ഈ സമയത്ത് ദൈവത്തിന് മുൻപാകെ അയൽപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചതോ സ്തുതിക്കാം. തുടർന്നുള്ളതായിരിക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവ് അടിയനിലൂടെ സംസാരിക്കുവാൻ ആവശ്യമായ കൃപയും മാത്രമല്ല കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും അത് ജീവന് കാരണമായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ വായിക്കും. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കർത്താവ് ഈ വാക്യത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വലിപ്പം എത്ര വിലയേറിയതാണ് എന്നുള്ളതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, അവിടെ 18-ാം വാക്യം 1-ാം ഭാഗത്ത് നമ്മൾ കാണുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്. നമുക്ക് വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള ഒരു നടപ്പായിരുന്നു. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ പോലും ആ പാരമ്പര്യം നമ്മൾ വായിക്കുമ്പോൾ, ജസ്റ്റ് അവിടേക്കൊന്ന് പോകാം, പാരമ്പര്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് പോയാൽ അവിടെ പാരമ്പര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞാണ് ആ വംശാവലി എന്ത് ചെയ്യുന്നത്, തുടർന്നായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. എന്നാൽ നമ്മുടെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നേരത്തെ വായിച്ച സങ്കീർത്തനത്തിൽ നമ്മളൊരു പ്രത്യേക പ്രയോഗം ശ്രദ്ധിച്ചു കാണും. എല്ലാം സ്തുതിപ്പിൻ 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 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റത്തെ വാക്യം നമ്മൾ വായിച്ചത് സ്തുതിക്കട്ടെ എന്ന്. ശ്രദ്ധിച്ചായിരുന്നോ? എല്ലാം സ്തുതിപ്പിൻ 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 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വാക്യം സ്തുതിക്കട്ടെ എന്നാണ്. അപ്പൊ ആ സ്തുതിക്കട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ്. അതിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ജീവനുള്ളതാ, അതുകൊണ്ട് അത് എന്ത് ചെയ്തോളും, സ്തുതിച്ചോളും എന്നുള്ളതാണ്. സ്തുതിക്കട്ടെ. അപ്പൊ മറ്റേതെല്ലാം സ്തുതിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിലൂടെ എന്ത് ചെയ്യണം, സ്തുതിക്ക് അത് നീട്ടുക, ഒരു മറ്റൊരുത്തന്റെ ജീവനിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്, ആ വാദിത്രങ്ങളൊക്കെ. ഇത് ഇവിടെ നമ്മൾ വായിക്കുന്നത് ജനിപ്പിച്ചു 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 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എന്താ, ജനിച്ചു എന്നാണ്. നമുക്കറിയാം, ഈ പാരമ്പര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തു വാസ്തവത്തിൽ ജനിച്ചത് ഈ പാരമ്പര്യത്തിൽ നിന്നാണോ? ആണോ? അല്ല. പിന്നെന്തിനാ പിന്നെ ഇത്രയും വലിയൊരു പാരമ്പര്യത്തെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താ? ജനം വിചാരിക്കണം അവൻ ആരിൽ നിന്ന് ജനിച്ചതാന്ന്, ജോസഫിൽ നിന്ന് ജനിച്ചതാ. റോമാലേഖനത്തിൽ നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, അല്ലേ? ആ വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനത്തിൽ നാം വായിക്കുന്ന റോമാലേഖനം 1-ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നേ, അതിന്റെ 5-ാം വാക്യം: ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ എന്നാ. അപ്പൊ ജഡം സംബന്ധിച്ച ആ പാരമ്പര്യം വായിച്ചാൽ നമ്മൾ എന്തോ വിചാരിക്കും, ആരുടെ മകനായിട്ട് ചിന്തിക്കും? ജനം എന്താ വിചാരിച്ചേ? അവൻ ദാവീദിന്റെ സന്തതിയാണ്. എന്നാൽ വാസ്തവത്തിൽ യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയല്ല. യേശുക്രിസ്തു ആരാണ്? ദൈവപുത്രനാണ്. അതാണ് ഇവിടെ വായിക്കുന്ന വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ആരാണവൻ? ദൈവപുത്രനാണെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടാൻ പോവുക. അതെപ്പോഴാ ശക്തിയോടെ നിർണയിക്കപ്പെട്ടത്? അവൻ ക്രൂശിങ്കിലേക്ക് നീങ്ങി കഷ്ടത സഹിച്ചു, മനുഷ്യരവനെ കൊന്നു, 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് താൻ ആരാണെന്ന് തെളിയിച്ചത്, ദൈവപുത്രനാണ് എന്ന് തെളിയിച്ചത്. അപ്പൊ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുവാനായിട്ട് വീണ്ടും ജനിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ആരാൽ? കർത്താവായ യേശു ക്രിസ്തുവിനാൽ.
അപ്പം നമുക്കറിയാം, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നടപ്പ്, ആ നടപ്പിന്, ആ പാരമ്പര്യത്തിന് ഒരിക്കലും നമ്മളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ജനം അങ്ങനെ വിചാരിച്ചു, അല്ലെ? നമ്മളവിടെ വായിക്കുന്ന ജനം അങ്ങനെ വിചാരിച്ചു എന്നാണ്. ഞാൻ വിചാരിക്കുക, കർത്താവ് എല്ലായിടത്തും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനം വിചാരിച്ചു ആരായിട്ട്? മറിയയുടെ പുത്രൻ, അല്ലെങ്കിൽ ജോസഫിന്റെ പുത്രൻ, തച്ചന്റെ മകൻ, നസറേത്തിൽ വളർന്നപ്പം യെരുശലേമിൽ ജനിച്ചു, നസറേത്തിൽ പോയി വളർന്നു. അപ്പൊ ആളുകൾ എന്തോ വിചാരിച്ചു, നസറേത്തിൽ നിന്നാണെങ്കിൽ ഒരു നന്മയും വരത്തില്ല, നസറേത്തിൽ നിന്നൊരു പ്രവാചകൻ. അപ്പം തെളിവുകൾ ജഡസംബന്ധമായ ഒരു പരിജ്ഞാനത്താൽ, അല്ലെങ്കിൽ ജഡസംബന്ധമായ ഒരു അറിവിനാൽ യേശുക്രിസ്തു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടേ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ജനങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അപ്പം 3.5 വർഷക്കാലം ജനങ്ങളുടെ ഇടയിലൂടെ നടന്നതായിരിക്കുന്ന ക്രിസ്തു ഈ ശിഷ്യന്മാരോട് ചോദിക്കുക, അവരെന്താ എന്നെ കുറിച്ച് പറയുന്നത്? സ്വാഭാവികമായ നിലയിൽ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ടല്ലേ. എന്താ ഒത്തിരി കാര്യം പറയാനുള്ളത്? അവര് പറയുന്നുണ്ട് അതവിടെ. ചിലര് പറഞ്ഞു പ്രവാചകൻ ഏലിയാവാണെന്ന് പറഞ്ഞു, ചിലര് പറഞ്ഞു പ്രവാചകനിൽ ഒരുത്തനാണെന്ന് പറഞ്ഞു. അങ്ങനെ പല നിലകളിൽ സംസാരിച്ചു. പക്ഷെ കർത്താവ് എന്താ ശരിക്കും അവരിൽ നിന്ന് ശ്രമം നടത്തുന്നത്? ആർക്കേലും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കാൻ ശ്രമിക്കുന്നത്. കർത്താവ് നോക്കിയപ്പം ഒരാൾ ചാടി കയറി പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഓ സ്തോത്രം! ഞാൻ മനസ്സിലാക്കുക, കർത്താവ് ഇത്രയും നേരം നെടുവീർപ്പെട്ടത് എന്തായിരിക്കും? ഇങ്ങനെ ഒരു പറച്ചിൽ ഇവരുടെ ഇടയിൽ നിന്ന് ഉണ്ടാകാനായിട്ട് ആഗ്രഹിച്ച അവരുടെ വിശ്വാസ കണ്ണ് തുറന്നിട്ട് ഞാൻ ക്രിസ്തുവാണെന്ന് അവരൊന്ന് ഗ്രഹിച്ചോ? പിതാവ് ആകർഷിച്ചിട്ട് ആരെങ്കിലും എന്റെ അടുക്കലേക്ക് ഒന്ന് വന്നോ എന്ന് നോക്കി കണ്ടപ്പം ആരെ കണ്ടു? ഉടനെ പത്രോസിനെ താക്കോൽ അങ്ങ് ഏൽപ്പിക്കുക. എന്താണ്? നീ മുഖാന്തരം വേണോ ഇനി എന്ത് ചെയ്യാൻ? അത് തുറക്കപ്പെടാൻ. ഞാൻ ഓർക്കുക, ആദ്യത്തെ ഒരൊറ്റ പ്രസംഗത്തിൽ തന്നെ എത്ര പേര് രക്ഷിക്കപ്പെട്ടു? സ്തോത്രം! അത് ജ്ഞാനത്തിന്റെ വാക്കുകളായിരുന്നു. അത് കേവലം ലൗകികമായ ഒരു ജ്ഞാനത്തിന്റെ വാക്കുകളാൽ രക്ഷിക്കപ്പെട്ട ഗണമായിരുന്നില്ല, മറിച്ച് അത് എവിടെ നിന്നാണ്? അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞ, നീ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ എന്ത് ചെയ്തിരിക്കുക? അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിയമിക്കപ്പെട്ട, സ്വർഗത്താൽ വിളിക്കപ്പെട്ട ആത്മാക്കളാണ് ആ പ്രസംഗത്തിൽ എന്ത് ചെയ്തത്? രക്ഷിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് നമ്മൾ വ്യക്തവും പിതൃപാരമ്പര്യമുള്ള നമ്മളുടെ നടപ്പിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയുള്ള രക്തത്താലാണ്? ജീവനുള്ള രക്തത്താലാണ്. അതിനുവേണ്ടിയാണ് ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് തന്നെ പോകാം. അപ്പൊ വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നടപ്പ്, ഞാൻ പറഞ്ഞു, ജനം വിചാരിക്കുവാനായിട്ടാണ് അങ്ങനെ ഒരു പാരമ്പര്യത്തെ കാണിക്കുന്നത്. എന്നാൽ ആ പാരമ്പര്യമല്ല നമ്മളെ വീണ്ടെടുക്കുന്നത്, മറിച്ച് എന്താണ് നമ്മളെ വീണ്ടെടുക്കുന്നത്? പൊന്ന് വെള്ളി. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് എന്താ? പത്രോസിന്റെ ലേഖനത്തിലേക്ക് തന്നെ വരാം. അവിടെ നമ്മൾ വായിക്കുന്നത് 2-ാം ഭാഗത്തേക്ക് വരുമ്പോ, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തു. നമുക്കറിയാം, പഴയ നിയമ മഹാപുരോഹിതന്മാരും അവര് നെഞ്ചത്ത് വഹിച്ചിരിക്കുന്നതായിരിക്കുന്ന ആ ഏഫോദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 12 കല്ലുകളുണ്ട്. ആ 12 കല്ലുകളും ലോകപ്രകാരം വളരെ വിലമതിക്കപ്പെട്ട കല്ലുകളാണ്. ആ കല്ലുകളുമായിട്ടാണ് അവരെങ്ങോട്ട് കയറി ചെല്ലുന്നത്? അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നത്. അത് ആ 12 കാണിക്കുന്നത് 12 ഗോത്രങ്ങളെയാണ്. അവരെ വഹിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മഹാപുരോഹിതൻ കയറി ചെല്ലുന്നത്. ഞാൻ ചോദിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതായിരിക്കുന്ന കല്ലുകളാണ്, ഏറ്റവും മൂല്യതയേറിയതായിരിക്കുന്ന കല്ലുകൾ. ഇവിടെ പത്രോസ് ഉപമിക്കുമ്പോഴും പറയുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ. വളരെ വിലപിടിപ്പുള്ളതായിരിക്കുന്ന സാധനമാണ് പൊന്ന്. ഇപ്പൊ അറിയാം, പൊന്നിന് ഭയങ്കര വില കയറിക്കൊണ്ടിരിക്കുക, അല്ലെ? പൊന്നിന്റെ വില ഭയങ്കരമായിട്ട്, യുദ്ധം കൂടെ വന്നതോടുകൂടി പൊന്നിന്റെ വില ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് മലം പോലെ പൊന്നെന്ത് ചെയ്യും? കിടക്കുമെന്ന മലം പോലെ. മലം ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? പൊന്നിന് ഒരു വിലയില്ലാതെ ആകുന്ന ഒരു സമയമുണ്ട്. അപ്പൊ പൊന്നിന്റെ ഒക്കെ വില എന്ത് ചെയ്യും? അത് കയറുകയും ഇറങ്ങുകയും ചെയ്യും. അതിന്റെ വില മൂല്യമില്ലാതെയായി പോകുന്നതൊന്നാണ്. അങ്ങനെ അഴിഞ്ഞു പോകുന്ന ഒരു വസ്തുവിനെ കൊണ്ടല്ല നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. ലോകത്തിലെ മഹാപുരോഹിതന്മാര് അവര് ലൗകികരായിരുന്നു. അവര് ദൈവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ ഏറ്റവും വിലപിടിപ്പുള്ളതായിരിക്കുന്ന സാധനവുമായിട്ട് അവരെങ്ങോട്ട് കയറി ചെല്ലുന്നത്. നമ്മൾ അത്രമാത്രം വിലപിടിപ്പുള്ളവരാണെന്ന് കാണിക്കാൻ അവരെടുത്തിരിക്കുന്നത് എവിടത്തെയാണ്? ഭൂമിയിലുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠമായ കാര്യത്തെയാണ്.
എന്നാൽ അവിടെ അവർ ചെല്ലുമ്പോ തന്നെ നമ്മൾ ഓർക്കണം, അവർ അന്യരക്തവുമായിട്ടാണ് ഇങ്ങോട്ട് കയറി ചെല്ലുന്നത്. സ്വന്തം രക്തമായിട്ടല്ല, അന്യരക്തവുമായിട്ടാണ് വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറി ചെല്ലുന്നത്. അതെന്തുകൊണ്ടാ? ശരിക്കും ഏറ്റവും വിലയുള്ളത് എന്താണെന്ന് കർത്താവ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താ ഏറ്റവും വിലയുള്ള സാധനം? ഒരു മനുഷ്യന്റെ ഏറ്റവും വിലയുള്ള സാധനം എന്ന് പറയുന്നത് അവന്റെ ജീവനാണ്, അഥവാ അവന്റെ രക്തമാണ്. അത് വിലയുള്ളതാണെന്ന് ഈ മഹാപുരോഹിതന്മാർക്കും അറിയാം. പക്ഷേ അവർ ജീവനെ കൊടുക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട്, അവർ നല്ല ഇടയന്മാരല്ലാത്തത് കൊണ്ടാണ് അവർ ഏത് രക്തവുമായിട്ട് കയറി ചെല്ലുന്നത്? അന്യരക്തവുമായിട്ട് കയറി ചെല്ലുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ കയറി ചെല്ലുന്നത്? ഏത് രക്തവുമായിട്ടാണ് കയറി ചെല്ലുന്നത്? സ്വന്തം രക്തവുമായിട്ടാണ് കയറി ചെല്ലുന്നത്. ആ സ്വന്തം രക്തത്തിനകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. നമുക്ക് നേരത്തെ സ്വതന്ത്രർ വായിച്ചപ്പോ നമ്മൾ കേട്ടതുപോലെ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ ജീവനെ കൊടുത്തതിലൂടെ. അപ്പൊ ജീവനില്ലാതിരുന്ന നമുക്ക് ജീവൻ തരുവാനായിട്ട്, നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ചെലവാക്കിയതെന്ന് പറയുന്നത് ലൗകികമായ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുവല്ല കർത്താവ് നമുക്ക് വേണ്ടി ഉപയോഗിച്ചത്. ലോകത്തിലെ ഏതെങ്കിലും ഒരു വലിയ മൂല്യതയുള്ള സാധനമല്ല കർത്താവ് നമുക്ക് വേണ്ടി ഉപയോഗിച്ചത്. മറിച്ച് എന്താണ്? ഏറ്റവും മൂല്യതയുള്ളതായിരിക്കുന്ന ജീവനുള്ള ചോര കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കും. നാം ഇന്ന് രാവിലെ സമയത്ത് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരുന്ന് ദൈവത്തിന്റെ വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് അത്രമാത്രം വലിയതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, കർത്താവ് മരണം ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളെ ആ ജീവനിലേക്ക് വീണ്ടെടുത്തത് നമുക്കറിയാം. എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നത്, എങ്കിലും യേശു മരണം ആസ്വദിച്ചതിലൂടെ. മരണം ആസ്വദിച്ചു എന്നാണ്. എന്താ മരണം ആസ്വദിച്ചു എന്ന് കർത്താവിനെ കുറിച്ച് പറയാൻ കാരണം? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഉള്ളവർ ആസ്വദിക്കത്തില്ല. മരണം ടേസ്റ്റ് ചെയ്യത്തില്ല. അവർ ടേസ്റ്റ് ചെയ്യല്ല. ഗതികേട് കൊണ്ട് എന്ത് ചെയ്തു പോകുന്നതാണ്? മരിച്ചു പോകുന്നതാണ്. ഒരു മൃഗങ്ങളും പഴയ നിയമത്തിൽ യാഗങ്ങൾ കഴിക്കപ്പെട്ടപ്പോൾ അവയെല്ലാം മരണം ആസ്വദിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉറപ്പെന്താ? അവയെ ആദ്യം കൊണ്ടുപോയി എന്ത് ചെയ്യും? അറുക്കും. അറുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? യാഗപീഠത്തിന്മേൽ വെക്കുന്നത്. കാരണം എന്താ? അവ നിലവിളിക്കും. ഓരോ സൈഡ് കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നിലവിളിക്കും. ഇനി ആര് തന്നെ ജീവൻ കൊടുക്കുമ്പോൾ അവരൊക്കെ മരിക്കുകയാണ്, അവരെ ആസ്വദിക്കുകയല്ല. എന്നാൽ നമ്മുടെ കർത്താവിന്റെ മരണത്തെ കുറിച്ച് നമ്മൾ എന്താ വായിക്കുന്നേ? അവൻ മരണം ആസ്വദിച്ചു എന്ന്. ഞാൻ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് കർത്താവിന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. ഈ മരണം എങ്ങനെ ആസ്വദിക്കുന്നേ? ഞാൻ വിചാരിക്കുന്നു അതിനായിരിക്കണം കർത്താവ് ഈ നമ്മൾ കോഴിയെ ഇറക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചാല്, കോഴിയെ ഇറക്കുമ്പം ഞരമ്പ് മാത്രമേ കട്ട് ചെയ്യത്തുള്ളൂ. അതിന്റെ ബാക്കി ഭാഗം അവിടെ നിർത്തും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹലാൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ. അതായത് ഞരമ്പ് മാത്രം കട്ട് ചെയ്തിട്ട് തലയുമായിട്ടുള്ള ബന്ധം കളയാതെയാണ് അവരെന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. അതെന്തിനാ അങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? തലയുമായിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഉടനെ ഹൃദയസ്പന്ദനം നിൽക്കും. അപ്പൊ ഹൃദയസ്പന്ദനം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചോര എന്ത് ചെയ്യത്തില്ല? കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരത്തില്ല. അപ്പൊ മാംസത്തിലുള്ള മുഴുവൻ ചോരയും എവിടെ വരണം? പുറത്തു വന്നിട്ട് വേണം ഈ മാംസം നമ്മൾ എന്ത് ചെയ്യാൻ? കഴിക്കാൻ. അതിനുവേണ്ടിയാണ് എങ്ങനെ ചെയ്യുന്നത്? തലയുമായിട്ട് വിച്ഛേദിപ്പിക്കുകയില്ല, എന്നാൽ രക്തക്കുഴൽ എന്ത് ചെയ്യുകയും ചെയ്യും? കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ തലയുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഹൃദയം ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുമ്പോ മുഴുവൻ ചോര ഈ ഓപ്പണിങ്ങിലൂടെ എന്ത് ചെയ്യും? ഔട്ട് ചെയ്ത് പോകും. നോക്കിയാൽ അത് ഹലാലാന്നാ പറയുന്നത്. ആ മാംസം എന്താണ്? രക്തം മുഴുവനായിട്ട് പുറത്തു പോയ മാംസമാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് മരണം ആസ്വദിച്ചു എന്ന് നമ്മൾ വായിക്കും. മരണം എങ്ങനെ ആസ്വദിച്ചേ? ഇഷ്ടത്തോടെ തന്റെ ജീവനെ തരുവാനായിട്ടാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടത്തോടെ കഴിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ പിള്ളേരൊക്കെ സാധാരണ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ചോറിന്റെ അകത്തൊക്കെ ഇറച്ചി ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ചോറിന്റെ അകത്ത് ഒളിപ്പിച്ച് വെക്കും. എല്ലാവരും എടുത്ത് കഴിക്കുമെന്ന് വിചാരിച്ച് ചോറിന്റെ അകത്തൊക്കെ എന്ത് ചെയ്തു? പൂഴ്ത്തി വെക്കും. എന്നിട്ട് കുറേശ്ശെ എടുത്ത് കടിച്ചേച്ച് അവിടെ വെക്കും. ഇനി വേണ്ട നല്ല ജ്യൂസ് ആണെങ്കിലും ഐസ്ക്രീം ഒക്കെ ആണെങ്കിലും നമ്മൾ എങ്ങനെ കഴിക്കുക? വളരെ പതിയെ. അത് നാക്കിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നമുക്കറിയാം അതിന്റെ ടേസ്റ്റ് തീരുമെന്നല്ലേ? നാക്കിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ടേസ്റ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാ നമ്മൾ ആസ്വദിക്കുന്നത്? വളരെ പതിയെ അത് ആസ്വദിച്ചുകൊണ്ട് കഴിക്കും. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ വിശുദ്ധരാക്കാനായിട്ട്, നമ്മളെ ഉന്നതന്മാരാക്കാൻ, നമ്മളെ മഹത്വവും ബഹുമാനം അണിഞ്ഞവരായിട്ട് കാണാൻ, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരാകാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടത എങ്ങനെയാ ശരിക്ക്?
ടേസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെ അതിൽ നിന്ന് വീണ്ടെടുത്തത്. ഏത് ടേസ്റ്റ് ചെയ്തുകൊണ്ട്? മരണത്തിന്റെ മുഴുവൻ കയ്പും കർത്താവ് സന്തോഷത്തോടെ എന്ത് ചെയ്തു? ടേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ആ മരണത്തിന്റെ വലിയ കെണിയിൽ നിന്ന് രക്ഷിച്ചത്. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ മരണം ആസ്വദിച്ചു. അപ്പൊ നമ്മള് സത്യത്തിൽ അങ്ങനെ ഒരു വീണ്ടെടുപ്പ് എന്തിനായിരുന്നെന്നാണ് പത്രോസ് വിളിച്ചു പറയുന്നത്. താഴോട്ട് നോക്കി അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ താഴേക്ക് വരുമ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പൊ നിലനിൽക്കുന്ന ഒരുവരാക്കാൻ വേണ്ടിയാണ് നിലനിൽക്കുന്ന ഒരു രക്തം കൊണ്ട് എന്ത് ചെയ്തത്? നമ്മളെ വീണ്ടെടുക്കും. കർത്താവിന്റെ രക്തത്തിന്റെ വില മങ്ങുന്നുണ്ടോ? വില മങ്ങുന്നുണ്ടോ? ഒരു കാലത്തും മങ്ങാത്ത ഒരു രക്തവുമായിട്ടാണ്, അതിന്റെ വിലയ്ക്ക് ഒരു അല്പം പോലും മാറ്റു കുറയാത്ത നിലയിലുള്ള രക്തം കൊണ്ടാണ് കർത്താവ് നമ്മെ എന്ത് ചെയ്തത്? വീണ്ടെടുത്തത്. ആ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി പുല്ലുണങ്ങുന്നത് പോലെയും പൂ ആടുന്നത് പോലെ എന്ത് ചെയ്യാൻ പാടില്ല? പോകുവാനായിട്ടുള്ളവരല്ല, മറിച്ച് നിത്യജീവനുള്ളവരായി എന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുക എന്ന ലക്ഷ്യത്തിനായിട്ടാണ് ദൈവം നമ്മെ വീണ്ടെടുക്കുവാനായിട്ടിടയായി. അങ്ങനെ ഒരു വീണ്ടെടുപ്പിലേക്ക് ആ രക്തം നമുക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ മരണം ആസ്വദിച്ച് പാപത്താൽ മരിച്ച അതിക്രമക്കാരായിരിക്കുന്ന നമ്മുടെ പാപത്തിന്റെ ശിക്ഷയെല്ലാം ടേസ്റ്റ് ചെയ്ത്, അതിനായിരിക്കണം കർത്താവ് അത്രയും ടൈം എടുത്തതല്ലേ. സ്വാഭാവികമായിട്ട് കർത്താവിന് ഒറ്റയടിക്കാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ തിരുവെഴുത്തുകളുടെ നിവൃത്തി പ്രകാരം കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമാണ്. നമുക്കറിയാം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, ക്രൂശിൽ മരിക്കുന്നതിലൂടെ ശാപം വഹിച്ചിട്ടല്ലാതെ അതിന് പരിഹാരമില്ല. അങ്ങനെ ഇത്യാദി കാര്യങ്ങളെല്ലാം തിരുവെഴുത്ത് എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ, രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ടോ, ആ കഷ്ടാനുഭവങ്ങളിലൂടെ എല്ലാം ആര് തികഞ്ഞവനാകണം. ക്രിസ്തു തികഞ്ഞവനാകുന്നതിലൂടെയാണ് നമ്മുടെ വീണ്ടെടുപ്പ് എന്താകുന്നത്? പൂർണ്ണതയുള്ളതായിട്ട് മാറും. അങ്ങനെ കർത്താവ് സഹിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പീലാത്തോസ് ഈ കർത്താവിനെ അടിപ്പിച്ച് വിട്ടയക്കാന്ന് പറയുന്നതൊന്നും ശരിക്കും എന്തിനല്ല, എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പീലാത്തോസ് ഈ അടിപ്പിച്ച് കൊണ്ടൊന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സഹതാപം തോന്നിയിട്ട് ഈ യേശു കർത്താവിനെ ഒന്ന് വിട്ടയപ്പിച്ചായിരുന്നു ഈ കൊള്ളായിരുന്നു എന്ന് വിചാരിച്ച സത്യത്തിൽ പീലാത്തോസ് എന്ത് ചെയ്യുന്നേ? അടിപ്പിച്ച് കൊണ്ടൊന്ന് നിർത്തി നോക്കുന്നു. പക്ഷെ അവരെന്താ പറഞ്ഞ? അവനെ ക്രൂശിക്ക 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 എന്നാർത്ഥിച്ചു. അപ്പം അവിടെയും കർത്താവിന്റെ ചോര എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ ഓർത്തതുപോലെ ജീവിച്ചിരുന്നുകൊണ്ട് തന്നെ ആ ചോര ഒഴുക്കുന്നത് കൊണ്ട് അതതിന്റെ ഫുൾ പവറിൽ പുറത്തേക്ക് ഒഴുകി. കാരണം ആ രക്തമാണ് നമ്മുടെ ഉള്ളിൽ എന്താകുവാനായിട്ട് പോകുന്നത്? ജീവനാകുവാനായിട്ട് പോകുന്നത്. ആ ജീവനാണ് എന്റെ ജീവനായി മാറുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒഴുകി എവിടേക്ക്? പുറത്തേക്ക് ചാടണം. അതതിന്റെ ഫുൾ എഫക്റ്റിൽ പുറത്തേക്ക് ചാടണം. അതിനുവേണ്ടിയാ കർത്താവ് എന്ത് ചെയ്തേ? നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചത്. നമുക്കറിയാം, ഏകദേശം എത്രയോ സമയം നീണ്ടു നിന്ന ഒരു വിസ്താരത്തിലൂടെയാണ് കർത്താവ് ക്രൂശിച്ചു വന്നു. ക്രൂശിന്മേൽ ആണിയടിക്കപ്പെട്ടു. അതിലൂടെ എല്ലാം കർത്താവ്, നമുക്കറിയാം, അവസാനമായിട്ട് ആ കള്ളന്മാരുടെ കാലൊടിക്കുന്നതിന് മുൻപേ തന്നെ കർത്താവിന്റെ മരണവും സംഭവിച്ചു. എത്ര കൃത്യമായിട്ടല്ലേ? തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു. അങ്ങനെ തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടായത്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, നിത്യദൈവാവിയാൽ അർപ്പിച്ചതാൽ ഈ മർത്യർക്ക് ജീവനുണ്ടായി. നിത്യദൈവാവിയാൽ അർപ്പിച്ചതാൽ ഈ മർത്യർക്ക് ജീവനുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ? തിരുവെഴുത്തുകളിൻ പ്രകാരം ദൈവാത്മാവ് എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ ആ എഴുതി വെച്ചതിൻ പ്രകാരം തന്നെ ജീവൻ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടായത്? ജീവൻ. അങ്ങനെ ജീവനുണ്ടായവര് പുല്ലുണങ്ങുന്നത് പൂവാടുന്നത് പോലെയും വാടിപ്പോകേണ്ടവരല്ല, മറിച്ച് നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ പ്രതികൂലങ്ങളിൽ കർത്താവ് ആസ്വദിച്ചതുപോലെ മരണം ആസ്വദിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ കർത്താവ് പറയുന്നുണ്ടല്ലോ, മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്,
ഈ നിൽക്കുന്നവരിൽ മരണം ആസ്വദിക്കാത്തവരായി, അല്ലേ? ഏതാ? കർത്താവ് ദൈവരാജ്യം സംബന്ധിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ, അത് വായിച്ചിട്ടില്ല, നമ്മൾ വായിക്കുന്ന, അല്ലെ? മറുവ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഇവരിൽ ചിലർ മരണം ആസ്വദിക്കാത്തവർ എന്ന് പറയുന്നുണ്ട്. ശരിക്ക് കർത്താവ് പത്രോസ് പറഞ്ഞല്ലോ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കർത്താവ് അവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? മറുവ മലയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ കർത്താവ് അതിന് മർക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുക്കാം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. അവിടെയാണല്ലോ കർത്താവ് എന്താണ് എന്നെ കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ അതിൽ 27 മുതലുള്ള താഴോട്ട് വായിക്കുമ്പോൾ ഫിലിപ്പിയുടെ കരിശലിലേക്ക് കൊണ്ടുവന്നിട്ടാണ് കർത്താവ് ചോദിക്കുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന്, ചിലർ ഏലിയാവെന്ന്, ചിലർ 28-ൽ പറയാം പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന്, മറ്റു ചിലർ എന്ന് പറഞ്ഞതിന് ശേഷം എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. നീ ക്രിസ്തുവാകുന്നുവെന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. പിന്നെ തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞ ശേഷം കർത്താവ് ഖണ്ഡിതമായി പറഞ്ഞു. എന്നിട്ട് ഉടനെ 31-ാം വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കിയേ. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് ഉപദേശിച്ചു തുടങ്ങി. അപ്പൊ ക്രിസ്തുവാണെന്ന് വിശ്വാസ കണ്ണ് തുറന്ന് പത്രോസ് പറഞ്ഞ ഉടനെ കർത്താവിന് പിന്നെ പറയാനുള്ളത് എന്താ? ക്രിസ്തു സഹിക്കാൻ പോകുന്ന കഷ്ടമാണ്. അപ്പൊ ക്രിസ്തുവാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഉടൻ എന്നെ പിന്നെ കർത്താവിനെ എത്തിക്കാനുള്ളത് എങ്ങോട്ടാ? ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന സ്റ്റേജിലേക്കാ. അതായത് കഷ്ടം അനുഭവിക്കും, പിന്നെ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ കഷ്ടത അനുഭവിക്കുന്നതിന്റെ മധ്യേ എനിക്കുള്ള ബലം എന്ന് പറയുന്നത് എന്താ? എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിച്ചു. അപ്പൊ എന്താ വിശ്വസിച്ചത്? എന്താ ഞാൻ വിശ്വസിച്ചേ? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് നടക്കുമെന്ന കാര്യം ഞാൻ വിശ്വസിച്ചതാ. അപ്പൊ വിലയേറിയൊരു വീണ്ടെടുപ്പ് എനിക്ക് എന്തിനാ നൽകുന്നത്? അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾ വായിച്ചില്ലേ, അവിടെ കർത്താവ് ക്രിസ്തുവാണെന്ന് അറിഞ്ഞു. എന്നിട്ട് ആ ക്രിസ്തു ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്ത് കാണിക്കുന്നത്? തന്റെ മഹിമ കാണിക്കുന്നത്. എന്തിനാ തന്റെ മഹിമ കാണിച്ചത്? എന്തിനാണ് തന്റെ മഹിമ കാണിക്കുന്നത്? അത്ര ഉന്നതമായിരിക്കുന്ന ഒരു ഉയർപ്പാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പുല്ലുണങ്ങുന്നത് പോലെ പൂവാടുന്നത് പോലെ ഇങ്ങനെ നടക്കാനുള്ളവരല്ല നിങ്ങളെ ഞാൻ പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടൊന്നുമല്ല വീണ്ടെടുത്തിരിക്കുന്നത്. മറിച്ച് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തത് എന്തിനാ? നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ബലം കാണിക്കേണ്ടത്? കഷ്ടത സഹിക്കുമ്പോഴാ. അതാ കർത്താവ് ഉടനെ എന്ത് സംസാരിച്ചത് അവരോട്? ക്രിസ്തു ഇനി എന്താണ് സഹിക്കാൻ പോകുന്നത്? മഹാപുരോഹിതന്മാർ എന്നെ കൊല്ലും, ഞാൻ കൊല്ലപ്പെടും, ഞാൻ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റും. അപ്പൊ ഞാൻ എന്റെ ഉള്ളിലുള്ള ശക്തി, ഈ അത്യന്ത ശക്തി എവിടെയാ വെളിപ്പെടേണ്ടത്? പ്രയാസം അനുഭവിക്കുമ്പോഴാണോ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണോ? വെയിലും അടിച്ചാൽ ഉടനെ പുല്ല് വാടും. വെയിലടിച്ചാൽ ഉടനെ എന്ത് ചെയ്യും? പുല്ല് വാടും. പ്രശ്നം വരുന്ന ഉടനെ വാടുന്നവരാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഏതിനാലല്ല എന്നെ വീണ്ടെടുത്തിരിക്കുന്നതാണ്? ജീവനുള്ള രക്തത്താലല്ല എന്റെ വീട്. അതുകൊണ്ടാണ് ബാലസിംഹങ്ങൾ കരയുന്നു വിശക്കവേതൻ ബാലകരോ പാട്ടു പാടുന്നു. അപ്പം വിശക്കുമ്പോ സാധാരണഗതിയില് ബാലസിംഹ വിശക്കുന്നതെന്ന് ഓർത്തോണം. ബാലസിംഹത്തിന് ഇര കിട്ടുന്നില്ലെങ്കിൽ എത്രമാത്രം ശൂന്യത ബാധിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ്. ബാലസിംഹം എങ്ങനെയെങ്കിലും എന്ത് പിടിക്കും? ഇര പിടിക്കും. അത്രമാത്രം സാമർഥ്യമുള്ള ബാലസിംഹം കരയുക. ആ സമയത്ത് ബാലകരോ പാട്ടുപാടും. എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പാലനാമാവർക്കുശാലെ നാഥനെന്നറിഞ്ഞിരിക്കെ മേലിനിയാവർക്കുലേവ ലേശവുമാകുലമില്ല. അപ്പൊ മേലിനി അവർക്ക് ഒരു ലേശവുമില്ല. എന്താ ലേശം ഇല്ലാത്ത? ഒരു പ്രശ്നം അവർക്കില്ലാത്ത, ആകുലമില്ലാത്തത് എന്തുകൊണ്ടാ? പാലനം അവർക്ക് ശാലയും നാഥൻ എന്നറിഞ്ഞിരിക്കെ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു തന്റെ മഹിമ അവരെ കാണിച്ചു
കാണിച്ചു കൊടുത്തത് എന്തുകൊണ്ടാ? പത്രോസ് പറയാ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കെട്ടുകഥ ചമച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയല്ല, മറിച്ച് ജീവനുള്ള ദൈവത്തിന്റെ തിരുവെഴുത്താണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തിരുവെഴുത്തിനെ സ്നേഹിക്കുന്ന ദൈവഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് എന്താണ് വരേണ്ടത്? പാട്ട് വരണം. അതെവിടെ തെളിയണം? അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പത്രോസ് പറയുന്നേ, ഞങ്ങളിൽ മരണം വ്യാപരിക്കുന്ന സമയത്ത് ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം? പുറത്തേക്ക് വരിക. ഈ അത്യന്ത ശക്തി എവിടെയാ തന്നിരിക്കുന്നതെന്നാ വായിച്ചേ? മൺപാത്രത്തിലാണ്. ഈ മൺപാത്രത്തിൽ തന്നിരിക്കുന്ന അത്യന്ത ശക്തി പുറത്തു വരണമെങ്കിൽ മൺപാത്രത്തിന് എന്തെങ്കിലുമൊക്കെ പറ്റണ്ടേ? മൺപാത്രത്തിന് പറ്റാതിരുന്നത് പുറത്തു വരും. അപ്പൊ മൺപാത്രം, അങ്ങനെ ഈ അത്യന്ത ശക്തി അകത്തുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവ പൈതല് അവൻ ആഗ്രഹിക്കുന്ന എന്തായിരിക്കും? ഈ മൺപാത്രത്തിന് ഏതെങ്കിലുമൊക്കെ ഒരു കഷ്ടം വരട്ടെ, അപ്പം വെളിപ്പെടുത്തും. ആരാ? ആ അത്യന്ത ശക്തി തന്റെ ജീവൻ പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. അപ്പൊ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോ അവിടെ നിന്ന് എന്തൊഴുകും? അത്യന്ത ശക്തി ഒഴുകാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ പ്രശംസിക്കുന്നു എന്നാണ്, അവന്റെ ബലഹീനതകൾ പ്രശംസിക്കുന്നു എന്നൊക്കെ ഭക്തന്മാര് പറയുക. എന്താ കാരണം? കഷ്ടത വന്നപ്പോഴാണ് ഞങ്ങളുടെ അകത്ത് വസിക്കുന്ന അത്യന്ത ശക്തിയുടെ വലിപ്പം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഓ സ്തോത്രം! അങ്ങനെ വരുമ്പോ കഷ്ടത സഹിക്കുന്ന ഓരോ സമയവും നമ്മുടെ സന്തോഷമല്ലേ സത്യം? ബാലകര് പാട്ടുപാടേണ്ട ഒരു വലിയ വസ്തുതയല്ലേ? എന്താ അതിന്റെ കാരണം? ശാലേം നാഥനാണ് അവർക്ക് നാഥനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ മഹിമ കാണിച്ചു കൊടുത്തിട്ട് കർത്താവ് അവരോട് പറയുക, ജനങ്ങളൊന്നും എന്നെ കുറിച്ച് ഒന്നും പറയൂല. കാരണം പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും ആരുടെ അടുക്കൽ വരുന്നില്ല, പുത്രന്റെ അടുക്കൽ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ ഈ പുത്രന്റെ അടുക്കലേക്ക് എത്തിക്കുന്നത് ആരാ എത്തിക്കുന്ന? സത്യത്തിൽ ദൈവത്തിന്റെ ആത്മാവാണ്. അതായത് വിശ്വസിക്കുന്ന ഒരാത്മാവ്, രക്ഷയുടെ സമയത്ത് എന്റെ ഹൃദയത്തിൽ വിശ്വസിപ്പിക്കുന്ന ഒരാത്മാവ് വരിക. ആ ആത്മാവാണ് എന്നെ ആരിലേക്ക് നയിക്കുന്നത്? ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ആ ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു കേവലം വിശ്വാസമല്ല. പുല്ലുണങ്ങുന്നത് പോലെയും പൂവാടുന്നത് പോലെയും കേട്ട ഉടനെ പ്രശ്നത്തിലാകുന്ന, കേട്ട ഉടനെ തളർന്നു പോകുന്ന, ചതഞ്ഞ് കുത്തേന്ന് പോകുന്ന, ആരേലും എന്തേലും പറഞ്ഞ ഉടനെ പോയടാ അല്ല എന്ന് പറഞ്ഞു പോകുന്ന കാറ്റൊഴിഞ്ഞു പോകുന്നത് പോലെ പോകുന്ന ഒന്നല്ല ഇത്. മറിച്ച് ഇത് ജീവനുള്ളതായി എന്നെ മഹിമയിൽ നിർത്തുവാൻ കഴിയുന്ന, ശരീരം ഒരു വിധേന പാപം സംബന്ധിച്ച് മരിച്ചാലും വിശുദ്ധിയുടെ ആത്മാവിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച അതേ ആത്മാവ് എന്നെ ഉയർപ്പിച്ച് താനിരിക്കുന്നിടത്തിരുത്തുന്ന ശക്തനായ ഒരു ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുക. അപ്പൊ ആ ആത്മാവാണ് എന്നെ വിശ്വസിപ്പിച്ചത്. ആ ആത്മാവ് എന്നെ എവിടെയും എത്തിക്കും, ഉയർപ്പിക്കുകയും. അതല്ലേ നമ്മുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ കേവലം ഒരു വിശ്വാസമാണോ? ഏറനാടിൽ ഒരു നല്ല ഡോക്ടർ ഉണ്ട് കേട്ടോ. ആ ഡോക്ടർ എല്ലാ രോഗത്തിനും പറ്റിയ ചികിത്സ ചെയ്യാൻ പറ്റുന്ന ഡോക്ടറാണെന്ന് പറഞ്ഞു. ഉടനെ വിശ്വസിച്ചു, ഡോക്ടറെ പോയി കണ്ടു. ആ വിശ്വാസമാണോ ഒരു? അങ്ങനത്തെ ഒരു കേവലം വിശ്വാസം കൊണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞാലുണ്ടല്ലോ, മിക്കവാറും എവിടെ തന്നെ കിടക്കും? എന്നെ കാണിച്ചു. അതാണ് കർത്താവിൽ നിന്നൊരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ ജനിക്കുക. അത് കെടാത്ത ബീജത്താൽ. അതാണ് അവിടെ പത്രോസ് പറയാ, കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താലാണ് എന്നെ ജനിപ്പിച്ചത്. അപ്പൊ കെടുന്ന ബീജത്താൽ ജനിച്ചത് പുല്ല് ഉണങ്ങുന്ന പോലെ എന്ത് ചെയ്യും? വെയിലടിച്ചാൽ ഉടനെ ഈ പുള്ളി എന്ത് ചെയ്യും? ഇരുട്ടാവും, നല്ല ഉന്മേഷമായിരിക്കും. രാവിലെ വെയിലുണ്ടാവില്ല, ശക്തമായ വെയിലൊന്നും പുല്ലിനെ അടിക്കില്ല രാവിലെ. അപ്പൊ നല്ല ഉന്മേഷത്തിൽ ഇങ്ങനെ നിൽക്കും. വെയിലാണെങ്കിൽ നല്ല ശക്തമാവുന്ന ചതഞ്ഞു കഴിഞ്ഞു, അവന്റെ ജീവൻ കഴിഞ്ഞു. പക്ഷെ കെടാത്ത ബീജത്താൽ ജനിപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കണം? നമ്മളൊക്കെ ഇന്ന് എല്ലാം സമ്പത്ത് ഉണ്ടാക്കാൻ ഓടുക. വയ്യായിക ആയാൽ ഉടനെ എല്ലാ ട്രീറ്റ്മെന്റും എടുത്ത് ഉന്മേഷം വരുത്താൻ ഓടുക. എടാ, ഉന്മേഷം വരുത്തുന്നിടത്ത് എന്തോ വരത്തില്ല, ദൈവശക്തി വരത്തില്ല. ഉന്മേഷം പോകുന്നിടത്താണ് ഞാൻ ആരാൽ ജനിച്ചു എന്നുള്ളത് വ്യക്തമാക്കപ്പെടുന്നത്. എടാ, എനിക്ക് കഷ്ടത വരുമ്പോഴാണ് ഞാൻ ആരുടെ മകനാണെന്നുള്ളത് വ്യക്തമാക്കപ്പെടാൻ പോകുന്നത്. അവിടെയാണ് എനിക്ക് അത്യന്ത ശക്തി എന്ത് ചെയ്യത്തുള്ളൂ. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും, ഞങ്ങളിൽ കഷ്ടം ഞങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ പ്രയാസം സഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്തു പോകുന്നില്ല, ഒരു വിധത്തിലും ഞങ്ങൾ തളർന്നു പോകുന്നില്ല. എന്താ കാരണം?
ഞങ്ങളുടെ അകത്ത് ആരുണ്ട്? അത്യന്ത ശക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അത്യന്ത ശക്തി നമ്മുടെ അകത്തുണ്ടോ? ഈ വചനക്കേൾവി മുഖാന്തരം നമ്മളെ ഒന്ന് അളക്കാം. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ വിശുദ്ധനാകിയാൽ നമ്മളും വിശുദ്ധനാകും. ഇത്ര വിലയേറിയതായിരിക്കുന്ന ചങ്കിലെ ചോര കൊണ്ട്, ആ ചങ്കിലെ ചോരയ്ക്കകത്ത് എന്തുണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നത്? ജീവനുണ്ടായിരുന്നു. ആ ജീവനായിരുന്നു നമ്മളിലൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ജീവൻ നമുക്ക് മാറ്റം ഉണ്ടാക്കിയോ? കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ ജനിച്ചവരാണെന്നുള്ള മാറ്റം നമ്മളിൽ ഉണ്ടാക്കിയോ? പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ കർത്താവെ, എൻ്റെ അകത്ത് നിന്ന് ഒഴുകുന്ന ജീവജലത്തിന്റെ നദി എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ആത്മാവിന്റെ ആ സ്പന്ദനം, അല്ലെ, പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ചില സമയത്ത് ജോയിസ് പറയും, അനക്കമൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര നിരാശ. അനക്കം ഫീൽ ചെയ്യാതിരിക്കുമ്പോഴത്തേനും ഭയങ്കര നിരാശ. എന്താണെന്നറിയത്തില്ല അച്ഛാ, ഒന്ന് പ്രാർത്ഥിച്ചേ, ദൈവം ഒന്ന് അനക്കം ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് പ്രാർത്ഥിച്ചു. സത്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് അനങ്ങാതിരിക്കുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, എനിക്ക് ആശ്വാസം കിട്ടാതെ പോകുമ്പോൾ, പ്രതികൂലത്തിന്റെ നടുവിൽ എന്നെ നിലനിർത്തുവാൻ കഴിയുന്ന ദൈവശക്തി എന്നെ ഇളക്കാതിരിക്കുമ്പോൾ, സത്യത്തിൽ ഞാൻ ഓടേണ്ടത് മാനുഷിക സഹായത്തിന്റെ അടുക്കലേക്കല്ല, മറിച്ച് ഞാൻ എവിടേക്ക് ഓടണം? കർത്താവേ, നിന്റെ സ്പന്ദനം ഒന്ന് അണങ്ങി കാണുന്നില്ലല്ലോ, പിള്ളേ എന്റെ ഉള്ളിൽ ഒന്നും തുള്ളുന്നില്ലല്ലോ. വാസ്തവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? തുള്ളണം. തുള്ളുമ്പോ നമുക്കറിയാം, ഓ, ആശ്വസിപ്പിക്കുന്ന ദൈവകരം എന്റെ ഹൃദയത്തിനകത്ത്. അവന്റെ ആശ്വാസം ഒരു മനുഷ്യനും എടുത്തു കളയാൻ പറ്റില്ല. കാരണം അവൻ ജനിച്ചിരിക്കുന്നത് ഏതിനാലാ? കെടാത്ത ബീജത്താൽ. നിലനിൽക്കുന്ന ദൈവവചനത്താൽ ജനിക്കപ്പെട്ട ഭക്തന്റെ സമാധാനത്തെ ഒരു മനുഷ്യനും എടുത്തു കളയുവാനായിട്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവനെ നീ എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട. ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളിവിടുവാൻ കഴിയുന്നവനെ മാത്രമേ നീ എന്ത് ചെയ്യുള്ളൂ? ഭയപ്പെടാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ വചനങ്ങളാൽ നമുക്ക് അന്യോന്യം ആശ്വസിക്കാം. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി പോകുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടൊന്നുമല്ല. വില മൂല്യതയൊക്കെ ചുടിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, മൂല്യച്യുതി സംഭവിക്കുന്ന ഒരു സാധാരണ ലോകത്തിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടല്ല നമ്മെ വീണ്ടെടുക്കും. മറിച്ച് എന്നേക്കും വിലയുള്ളതായ പുണ്യാഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് നമ്മൾ വീണ്ടെടുക്കുന്നത്. ആ വീണ്ടെടുപ്പിന്റെ വില നമുക്ക് എങ്ങനെ ബോധ്യമാക്കാം? നമ്മുടെ ഉള്ളിൽ ആ ജീവൻ വന്നു എന്ന് നമുക്ക് പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളിലൂടെ ഇനി മുമ്പോട്ട് വരാൻ പോവാ. വലിയ വലിയ വിപത്തുകൾ നമ്മുടെ മുൻപിലേക്ക് വരാൻ പോവാ. അതിന്റെ മധ്യേ അതൊരു കെണി പോലെ വന്നിട്ട് നിരാശപ്പെടുന്നവരായിട്ടല്ല, അതിന്റെ മധ്യേ ജീവനുള്ളവരായി എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന മഹത്വത്തോടുകൂടെ നമുക്കും അവനോട് കൂടെ ജീവിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കുന്നതാണ്.